പ്രിയമുള്ളവരെ, വചനജ്വാല 1811 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ആഗസ്റ്റ് 16 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനം നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഹോസിയായുടെ പുസ്തകം 4-ാം അധ്യായം 6 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും, അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എന്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിന്റെ കൽപ്പന വിസ്മരിച്ചത് കൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരായുള്ള പാപവും പെരുകി. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു. പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും. അവർ ഭക്ഷിക്കും, തൃപ്തരാവുകയില്ല, പരസംഗം ചെയ്യും, പെരുകുകയില്ല. കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചു. വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തും. തടിക്കഷ്ണത്തോട് എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു. അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂരം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. ഗിരിശൃംഗങ്ങളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നിന്മേലും കരുവേലകത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. അവയുടെ തണൽ സുഖം നൽകുന്നു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു. നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിൽ ഏർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദ ആ തെറ്റിൽ അകപ്പെടാതിരിക്കട്ടെ. ഗിൽഗാനിൽ പ്രവേശിക്കരുത്, ബദാവനിൽ പോകുകയുമരുത്. കർത്താവാണ് എന്ന് ആണയിടരുത്. ദുശാഠ്യമുള്ള പശുക്കുട്ടിയെ പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു. വിശാലമായ പുൽത്തകിടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയ്ക്കാനാവുമോ? എഫ്രായിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു. അവൻ മദ്യപന്മാരോടൊത്ത് കഴിയുന്നു. അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത കാക്ഷിക്കുന്നു. കാറ്റിന്റെ ചിറക് അവരെ തൂത്തെറിയും. തങ്ങളുടെ ബലിപീഠങ്ങളെ കുറിച്ച് അവർ ലജ്ജിക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ റോക്കിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഫ്രാൻസിലെ ഗവർണറുടെ ഏക മകനായിരുന്നു റോക്ക്. മാതാപിതാക്കളുടെ മരണശേഷം തന്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്ത ശേഷം ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്ന് റോമായിലേക്ക് തീർത്ഥാടനം ചെയ്തു. കുറെ കാലം പ്ലേഗ് ബാധിതരെ ശുശ്രൂഷിച്ച് അവസാനം രോഗബാധിതനായപ്പോൾ ആരും ശുശ്രൂഷിക്കാനില്ലാതെ കാട്ടിൽ അഭയം തേടി. ഒരു നായയാണ്
റൊട്ടിക്കഷണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത്. രോഗം കുറഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോയെങ്കിലും ഒരു ചാരനാണെന്ന് കരുതി അദ്ദേഹത്തെ ജയിലിലടച്ചു. മരണശേഷമാണ് സ്വന്തം ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. പ്രിയമുള്ളവരെ, പകർച്ച വ്യാധികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ റോക്ക്. പ്രിയരെ, ഇന്നു തന്നെയാണ് ഹംഗറിയിലെ വിശുദ്ധ സ്റ്റീഫനെയും നാം അനുസ്മരിക്കുക. ഹംഗറിയിലെ വിശുദ്ധ സ്റ്റീഫന്റെയും വിശുദ്ധ റോക്കിന്റെയും, പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനായ വിശുദ്ധ റോക്കിന്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.